എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സിസ്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിസ്ക HT3333K എന്ന് പറഞ്ഞൊരു പ്രോ സ്റ്റൈലിംഗ് കിറ്റ് അൾട്രാ സ്ലിം ട്രിമ്മറാണ്. അപ്പോൾ ഈ ഒരു ട്രിമ്മറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 2000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു 1500 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രിമ്മർ തന്നെയാണ് നമ്മുടെ സിസ്കയുടെ ഈ ഒരു അൾട്രാ ട്രിമ്മർ എന്ന് പറഞ്ഞ ഈ ഒരു ട്രിമ്മർ. അപ്പോൾ ഈ ഒരു ട്രിമ്മർ വരുന്ന ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വൈറ്റ് കളർ ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു ട്രിമ്മറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി ട്രിമ്മറിൻ്റെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രിമ്മർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജും ഈ ഒരു ട്രിമ്മറിൻ്റെ ചാർജിങ് ടൈമും കൂടാതെ എത്ര മണിക്കൂർ ഓടും എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. കൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മറിൻ്റെ പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 2200 റുപ്പീസാണ് ഈ ഒരു ട്രിമ്മറിൻ്റെ MRP. പക്ഷേ നിങ്ങൾക്ക് ആമസോൺ വഴി ഏകദേശം 1500 റുപ്പീസിനൊക്കെ ഈ ഒരു ട്രിമ്മർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രിമ്മറിനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് 60 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ഒരു ഫുൾ ചാർജിൽ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിൽ തന്നെ ഒരു കോംബ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ട്രിമ്മർ നിങ്ങൾക്ക് കോഡും കോഡ്ലെസ്സുമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ട്രേ കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്ന സംഭവം എന്ന് പറയുന്നത് വാറണ്ടി കാർഡാണ്. അതായത് ഈ ഒരു ട്രിമ്മറിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഒരു വാറണ്ടിയാണ് ഈ ഒരു സിസ്ക എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മുടെ യൂസർ മാനുവലാണ്. അപ്പോൾ യൂസർ മാനുവൽ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കുക. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ സകല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു യൂസർ മാനുവൽ വായിച്ച് സമയം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് യൂസർ മാനുവൽ സൈഡിൽ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ട്രിമ്മർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രിമ്മറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് ബാൻഡ് വഴി നിങ്ങൾക്ക് ചുറ്റി സിസ്കയുടെ തന്നെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു പാംലെറ്റ് തന്നെയാണ്. അതായത് ഈ ഒരു ട്രിമ്മറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നെല്ലാം എഴുതിയിരിക്കുന്ന ഒരു ബ്രാൻഡിങ് തന്നെയാണ് വീണ്ടും ഈ ഒരു ട്രിമ്മറിൽ വന്നിരിക്കുന്നത്. ഇതൊരു നോസ് ഹെയർ ട്രിമ്മർ അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ ഒരു പ്രീമിയം ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബിൽഡും ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു മെറ്റലുമാണ്. അതേപോലെ അടുത്തൊരു പ്രിസിഷൻ ട്രിമ്മറാണ്. അപ്പോൾ പ്രിസിഷൻ ട്രിമ്മർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് ഷേപ്പും കാര്യങ്ങളെല്ലാം താടിയിലെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു പ്രിസിഷൻ ട്രിമ്മറാണ്. അപ്പോൾ ഇതും ഏകദേശം ഒരു മെറ്റലും പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്. അതായത് മുകളിലുള്ള മെറ്റൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അതായത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റലാണ്. കൂടാതെ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബേസുമാണ് ഈ ഒരു അറ്റാച്ച്മെന്റിലും ഉള്ളത്. ഇനി ഇതൊരു കോംബ് ഗാർഡാണ്. അതായത് ഈ ഒരു സാധനം വരുന്നത് മുഴുവനും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ മുകളിലുള്ള ആ ഒരു കോമ്പിന്റെ പോർഷനുള്ള പ്ലാസ്റ്റിക് ഏകദേശം ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള ബോഡി മുഴുവനും ഒരു ടഫ് ആയിട്ടൊരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിലാണ് നമ്മൾക്ക് ഈ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ലൈഡറും കൂടെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ഈ ഒരു ട്രിമ്മറിന്റെ ചാർജറാണ്. അപ്പോൾ ഇതിൽ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വോൾട്ടും 1 ആംപിയറും കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് തൊട്ട് 240 വോൾട്ട് വരെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു 120 വോൾട്ടിന്റെ ഒരു ട്രിമ്മർ പ്ലഗ് ആണുള്ളതെങ്കിൽ ആ ഒരു പ്ലഗിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ ഒരു ക്യാരിയിങ് പൗച്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരിയിങ് പൗച്ച് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാരിയിങ് പൗച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഒരു പ്ലാസ്റ്റിക്കും ഒരു റെക്സിനുമായിട്ടൊരു മിക്സ്ചർ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പൗച്ചാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബ്രഷും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രഷ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റലും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സൈസ് ബ്രഷാണ്. എൻ്റെ കൈയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫുൾ ബ്രഷ് തന്നെ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രഷും കൂടെ ഈ ഒരു പാക്കേജിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി അടുത്താൽ നമുക്ക് ഈ ഒരു ട്രിമ്മർ നോക്കാം. അപ്പോൾ ഈ ഒരു ട്രിമ്മറിൽ നിങ്ങൾക്കൊരു സ്ലൈഡർ സ്വിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3 പ്രിസിഷൻ മാറ്റാനായിട്ടാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രിസിഷൻ എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ വരെ നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മറിൻ്റെ ആ ഒരു കട്ടിംഗ് ലെങ്ത്ത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു സ്ലൈഡർ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡർ ഞാൻ ഓരോ പൊസിഷനിലേക്കും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലേഡിൻ്റെ അറ്റത്തുള്ള ആ ഒരു ലെങ്ത്തും കൂടെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ട്രിമ്മിങ് കാര്യങ്ങളെല്ലാം കിട്ടാനായിട്ട് ഉപകാരപ്പെടും. ഈ ഒരു ട്രിമ്മറിൻ്റെ ബോഡി എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അതിൽ ഒരു മെറ്റലിൻ്റെ ഒരു കോട്ടിങ് പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പെയിൻ്റാണ് ആ ഒരു കാണുന്ന പെയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ പോലെ തോന്നുമെങ്കിലും ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 മാസത്തോളം ഞാൻ ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കാലം നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് വെയർ ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഓൺ ഓഫ് ബട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു ഓൺ ഓഫ് ബട്ടൺ എന്ന് പറയുന്നത് ജസ്റ്റ്
ജസ്റ്റ് ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവുന്നു, അതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവുന്ന ഒരു ഓൺ ഓഫ് ബട്ടണാണ്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളൊരു സൗണ്ടാണ്. അതായത് പൊതുവെയുള്ള ട്രിമ്മറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സൗണ്ട് മാത്രമേ ഈ ഒരു ട്രിമ്മറിൽ നിന്നും വരുന്നുള്ളൂ. എന്നാൽ പോലും ഈ ഒരു ട്രിമ്മർ വർക്ക് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രിമ്മറിൽ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മിങ്ങിൻ്റെ ആ ഒരു പ്രിസിഷൻ മാത്രമേ ഈ ഒരു ചെറിയ സ്ലൈഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ബോഡിയുടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊരു എംബോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഗ്രിപ്പും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾഡൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു സിസ്ക ബ്രാൻഡിങ്ങും കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴെ, അതായത് ഏറ്റവും അടിയിലാണ് ഈ ഒരു ട്രിമ്മറിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ അറ്റാച്ച്മെൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് പുറകിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ബാക്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പുറത്ത് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോട്ടർ വഴിയാണ് നമ്മുടെ ഈ ഒരു ട്രിമ്മർ വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു മെയിൻ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിസിഷൻ ട്രിമ്മറിൻ്റെ അറ്റാച്ച്മെൻറ്റ് പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ്. കൂടാതെ നിങ്ങൾക്ക് അടിയിലൊരു പ്ലാസ്റ്റിക്കും കൂടെ കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ മെയിൻ അറ്റാച്ച്മെൻറ്റ് കൂടെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു പ്രിസിഷൻ ട്രിമ്മർ അറ്റാച്ച്മെൻറ്റ് കൂടെയും ഈ ഒരു സ്ലൈഡർ സ്വിച്ച് വർക്ക് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ രണ്ട് അറ്റാച്ച്മെൻറ്റിലും ഈ ഒരു 0.5 മില്ലിമീറ്റർ വരെയുള്ള പ്രിസിഷൻ കിട്ടുന്നതാണ്. ഇനി അടുത്ത അറ്റാച്ച്മെൻറ്റ് നമ്മുടെ നോസ് ട്രിമ്മർ അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്ലൈഡർ സ്വിച്ച് ഉപയോഗിച്ച് ആ ഒരു പ്രിസിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു കാര്യം കറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലോസ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കറങ്ങുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി അടുത്ത നമ്മുടെ കോംബ് അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോംബ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഒരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് ഫിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡർ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ ഓരോ 1 മില്ലിമീറ്ററിനും അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ 1 മില്ലിമീറ്ററും ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതായിരിക്കും നമ്മൾ ഈ ഒരു കാര്യം തിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കോംബ് ഫ്രണ്ടിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രൈമറി അറ്റാച്ച്മെൻറ്റ് കൂടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രിസിഷൻ ട്രിമ്മറിൻ്റെ കൂടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എന്ന് പറയാനായിട്ട് ഒരു ചെറിയ രീതിയിലുള്ളൊരു ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും വലിയ രീതിയിൽ ഇങ്ങനെ പൊള്ളുന്ന ടൈപ്പിലുള്ളൊരു ചൂടൊന്നുമല്ല. ഒരു ചെറിയൊരു ചൂട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രം ഫീൽ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു 10-15 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർജർ നിങ്ങൾ ഈ ഒരു ട്രിമ്മറിലേക്ക് കുത്തുന്ന സമയത്ത് തന്നെ അവിടെ ഒരു LED ബൾബ് കാണുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു LED ബൾബ് നീല കളറിൽ കത്തുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 1.5 to 2 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പീഡ് കുറയുന്നതായിരിക്കും. അങ്ങനെ സ്പീഡ് കുറഞ്ഞായിരിക്കും ഇത് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ എന്നാലും ഒരു ഫുൾ ചാർജിൽ ഒരു അരമണിക്കൂറിന് മുകളിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ യൂസ് ചെയ്യുന്നതിനിടയ്ക്ക് ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കോഡ് ഉപയോഗിച്ചും യൂസ് ചെയ്യാം. അതായത് ഡയറക്റ്റായിട്ട് ഈ ഒരു സാധനം പ്ലഗിൽ കുത്തിയ ശേഷം നിങ്ങൾ ഈ ഒരു ട്രിമ്മർ ഓൺ ആക്കുവാണെങ്കിൽ അപ്പോഴും ഈ ഒരു ട്രിമ്മർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ട്രിമ്മർ വർക്ക് ചെയ്യാനായിട്ട് അവർ വെച്ചിരിക്കുന്ന മോഡാണ് ഈ കോഡഡ് മോഡും കോഡ്ലെസ് മോഡും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ച് ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അറ്റാച്ച്മെൻറ്റ്സും അതിൻ്റെ കംഫർട്ടും എല്ലാം ഈ ഒരു കൊടുക്കുന്ന പ്രൈസ് ലെവലിൽ എന്തായാലും നല്ല വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ എനിക്ക് ഇതിൽ അനുഭവപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഈ ഒരു സാധനത്തിൽ യാതൊരു വാട്ടർ പ്രൂഫിങ്ങോ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസോ റേറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാട്ടറൊക്കെ ഇതിനകത്ത് പോകുകയാണെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യാനായിട്ട്, ഈ ഒരു സാധനം കേടാവാനായിട്ട് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ക്ലീനൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബ്ലേഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്യുക. അല്ലാതെ അതിൽ വെച്ച് തന്നെ നിങ്ങളിത് കഴുകി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചാർജ് നിങ്ങൾ കുത്തുമ്പോൾ ആ ഒരു LED ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു ബോക്സിൻ്റെ പുറത്തും ഈ ഒരു LED ഇൻഡിക്കേറ്റർ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ ആയിട്ടാണ് തോന്നുന്നത്. അതായത് എത്ര ശതമാനം ബാറ്ററിയാണ് ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു ബാറ്ററിയുടെ പടമെങ്കിലും ഈ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് ഒന്നും കാണിക്കില്ല. ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റപ്പ് ചെയ്യും. ഫുൾ ചാർജ് ആകുമ്പോൾ ഇതൊന്ന് ബ്ലിങ്ക് ചെയ്യും. അല്ലാതെ നിങ്ങൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം അങ്ങനെ തന്നെ ഓഫ് ആവും.
അല്ലാതെ ചാർജിൻ്റെ എത്ര ശതമാനമാണ് എന്നൊന്നും ഈ ഒരു ബാറ്ററി കാണിക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പൗച്ച് എന്ന് പറയുന്നത് ഒരു ലോ ക്വാളിറ്റി ഒരു ചീപ്പായിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സാധനങ്ങളും ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൗച്ചിനെ നല്ല രീതിയിൽ ടൈറ്റ് ആക്കും. കൂടാതെ ഈ ഒരു പൗച്ചിൻ്റെ ആ ഒരു കയർ എന്ന് പറയുന്നത് വലിയ ടൈറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു പൗച്ചിലിട്ട് ലോക്ക് ചെയ്ത് ബാഗിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പൗച്ച് തുറന്ന് സാധനങ്ങളെല്ലാം ബാഗിലേക്ക് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പൗച്ച് ജസ്റ്റ് അതിലുണ്ട് എന്ന് മാത്രം കാണിക്കാനായിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു പൗച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.